ആഗോള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ലോക നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. നായകനാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല, വില്ലനാണോ എന്ന് ചോദിച്ചാൽ നായകനാണെന്ന് പറയാം. അതെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോക നേതാവായിട്ടുള്ള ട്രംപ് ഏറ്റവും അധികം ഭയപ്പെടുന്നത് മോദി ടീമിനെയാണെന്ന് പറഞ്ഞാൽ ചേച്ചി എന്ത് പറയും? ടീം മോഡി ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ പൊസിഷനിലേക്കും കറക്റ്റായിട്ടുള്ള ആൾക്കാരെ ഹാൻഡ് പിക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അവരോട് ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ഞാനൊരു കാര്യം വായിക്കുകയുണ്ടായി. സത്യമായൊരു കാര്യമാണ്. അമിത്ഷാജി കാശ്മീരിൽ ചെന്നിട്ട് അവിടുത്തെ ടീമിനെ ലീഡ് ചെയ്യുന്ന സൈനികോദ്യോഗസ്ഥനുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അമിത്ഷാജിക്ക് വേണമെങ്കിൽ താൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം വരും. അദ്ദേഹത്തിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആക്രമിച്ചാൽ എങ്ങനെ ഉണ്ടാക്കും, പ്രത്യാക്രമണം എങ്ങനെയായിരിക്കും, നമ്മളുള്ള ഫോഴ്സ് എങ്ങനെ പോകും എന്നൊക്കെ 1-2 മണിക്കൂറിന് സംസാരിച്ച് പിന്നെയും അദ്ദേഹത്തിന് ആലോചിക്കാൻ സമയം കൊടുത്ത് പിന്നെയും സംവദിച്ചിട്ടൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കണേ. അല്ലാണ്ട് നമ്മുടെ പാകിസ്ഥാനിലെ പോലെ എന്നാൽ താൻ പോടോ ഞാൻ കയറി ഭരിക്കാം എന്ന് ഇപ്പോൾ ഒരു മുനീറൊക്കെയല്ലേ അവിടെ ഇരിക്കുന്നത്, ആർമി ചീഫായിരുന്നു. അതുപോലത്തെ ഒരു കൂവും നമ്മുടെ ഭാരതത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയണം. മോഡിജിയുടെ ഗുണം എന്താണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പേഷ്യൻ്റായി കേൾക്കാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയുണ്ട്. സാധാരണ നേതാക്കന്മാർക്ക് അതില്ല. ഞാൻ പറയണം, സിനുജി കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങൾക്കും ഒരു വിലയില്ല. കാരണം ഞാനൊരു വലിയൊരു കക്ഷിയാണ്, ഏകാധിപതിയിൽ എനിക്കെല്ലാം അറിയാന്നേ. എല്ലാത്തിലും ഞാൻ ഡോക്ടറേറ്റ് എടുത്തേക്കാം. മാത്സിലും സയൻസിലും ഇംഗ്ലീഷിലും സോഷ്യൽ സ്റ്റഡീസിലും ഒക്കെ ഡോക്ടറേറ്റ് എനിക്കുണ്ട്. വേറെ ആരെയും കേൾക്കാനായിട്ട് അവർക്ക് ഒരു താല്പര്യമില്ല. തങ്ങളുടെ ആ മേധാവിത്വത്തിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടുന്നുള്ള പേടിയാണ്. ഇപ്പം ടീം മോഡിജിയുടെ കാര്യം പറഞ്ഞു സിനുജി, എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. നമ്മളുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ അതെങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയി. കാരണം അവരവിടെ നിന്ന് മിസൈലൊന്നും അയക്കാനിട്ടൊന്നുമല്ല. ജുഗാഡ് എന്നൊരു വാക്കുണ്ട്, അതായത് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല, ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക. അതിന് ഉദാഹരണമായിട്ട് പറയുന്നൊരു നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റാപ്പറിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ കവറിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് കയറ്റി വിട്ടിട്ട് ബോക്സിൽ വന്ന് സെറ്റ് ചെയ്ത് പോയി അത് ഇതാക്കിയിട്ട് ഒരു ബോക്സിൽ ഇത്രയെന്ന് വെച്ച് പോകുന്നത്. ചില സമയത്ത് നോക്കുമ്പോൾ ചില റാപ്പിൻ്റെ ഉള്ളിൽ, ചില കവറിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ഇല്ല, അതും വരുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് അത് സൂപ്പർ മാർക്കറ്റിലെത്തുമ്പോൾ ആൾക്കാർ മേടിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പേസ്റ്റ് ഇല്ല എന്നുമ്പോൾ ഇതല്ലേ. അപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി പേസ്റ്റ് കമ്പനിയുടെ മേധാവി വലിയ ടീമിനെ ഹയർ ചെയ്ത് അതിൻ്റെ വെയിറ്റ് നോക്കി, മെഷർമെൻറ്റ് നോക്കി, അതിൻ്റെ പോകുന്ന ഗതിവേഗം നോക്കിയൊക്കെ ചെയ്തൊരു വലിയ ഇതുണ്ടാക്കി. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അദ്ദേഹം നോക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ല. അത് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ വരുന്ന പാക്കറ്റുകൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം താഴെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെയും കൃത്യമായിട്ടാണ് എല്ലാം നിറഞ്ഞാണ് വരുന്നത്. ബോക്സിൽ ഒന്നിൽ പോലും ട്യൂബില്ലാത്തതില്ല. അദ്ദേഹം ഇതെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ പറഞ്ഞു, അതെ ഞങ്ങളൊരു ഫാൻ മേടിച്ച് വെച്ചു. അപ്പോൾ സാധാരണ ഇതിങ്ങനെ ഒരെണ്ണം ഇല്ലയെന്ന് കണ്ടുപിടിച്ചവർ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ മെഷീനറി വെച്ച് ഒരെണ്ണം ഇല്ലയെന്ന് കണ്ടുപിടിക്കുക, ഫുൾ സിസ്റ്റം ഓഫ് ചെയ്യണം. എന്നിട്ട് അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാമത് പോയി സ്വിച്ച് ഓൺ ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് വയ്യ, നടന്ന് അവിടെ പോയി ഓഫ് ചെയ്യണം, ഇത് മാറ്റണം, പിന്നെ ഓൺ ചെയ്യണം. അയാളൊരു ഫാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഈ പേസ്റ്റ് ഇല്ലാതെ വരുന്ന കവറുകൾ തെറിച്ച് പോകും, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തെറിച്ചു പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ഫാനിൻ്റെ വിലയ്ക്ക് ഉള്ള ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി. അതാണ് ജുഗാഡ് എന്ന് പറയുന്നത്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന്. മോഡിജി എന്ത് ചെയ്തു? 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച ധാരാളം പീരങ്കികൾ, അതായത് ഈ മെഷീൻ ഗണ്ണല്ല, പാറ്റൺ ടാങ്ക്സ് പോലെ ഇങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന സാധനങ്ങളെയൊക്കെ റിനോവേറ്റ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു 45 കിലോമീറ്റർ ദൂരയിലേക്കൊക്കെ ഇത് പോകും, വെടിയുണ്ട പോകും. അപ്പം അത് നമുക്ക് റീഫിൽ ചെയ്യുകയും ചെയ്യാം. മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കാലം തീർന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്കിങ്ങനെ ലോഡ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കാം. മോഡി ഇത് മുന്നിൽ കണ്ടിട്ട് ടീം മോഡിജി അത് ആ ടാങ്കുകൾ മുഴുവൻ യുദ്ധസജ്ജമാക്കി നിർത്തി. 1945 ടാങ്കാണ്, വെറുതെ നമ്മൾ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കുന്ന ടാങ്കുകളാണ്. അതിനെയൊക്കെ റെഡിയാക്കി നിർത്തി. പാകിസ്ഥാൻ അവിടെ നിന്ന് മിസൈൽ ഒരു 1600 അടിച്ചു എന്നാണ് കണക്ക്. ഇതിൽ പകുതിയിൽ 60% നമ്മളുടെ കൈ കൊണ്ടുള്ള വെടിക്കോപ്പുകൾ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തന്നെയാണ്
ബാക്കി പല സ്ഥലത്തും സംഭവിക്കുന്നു. ഇപ്പോൾ ഇസ്രയേലിൻ്റെ അയൺ ഡോംബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. $1,25,000 വിലയുള്ള ഓരോ മിസൈലുമാണ്, 48 ഒരു ഡോംബിൻ്റെ ഉള്ളിലുള്ളത്. അത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത്രയും രൂപയാണ് നഷ്ടം. അവിടുന്ന് ചെറുതാന്ന് അവിടെ നിന്നുള്ള ചെറിയ മിസൈൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവിടുന്ന് ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ അയക്കണമല്ലോ. ആ സ്ഥലത്താണ് നമ്മൾ ചെയ്തത്. നമ്മളുടെ 1945 ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ തുടച്ചിട്ട് അതിന് ബുദ്ധി വേണം, അതിന് പ്രവർത്തനക്ഷമമാക്കുവാൻ പറ്റുന്ന ശാസ്ത്രീയമായ മനസ്സുള്ള ആളുകൾ വേണം, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, ഈ തലയിലെ ബുദ്ധി എവിടേക്ക് നമ്മുടെ പരമ്പരാഗത കാലം മുതൽ നമ്മൾ കാണുന്നതല്ലേ. എന്തുമാത്രം വലിയ വലിയ നളന്ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൊണാർക്ക് ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് വരുന്ന സൂര്യരശ്മിയിൽ നിന്നാണ് നമുക്ക് സമയങ്ങളൊക്കെ തിരിച്ച് കണ്ടിരുന്നത്. എവിടെയോ വെച്ചല്ലേ നമ്മൾ അടിമരാജ്യമായത്. നമ്മളുടെ ബുദ്ധിക്ക് കിടപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ വന്ന് മോഡിജി എല്ലാവരുടെ അടുത്തും പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ലെറ്റസ് റീബിൽഡ് ദ നേഷൻ എന്ന് പറയുമ്പോൾ മോഡിജിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാനായിട്ട് സായുധ സേനാംഗങ്ങളുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ ഒരു വലിയ ടീമിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഇന്ത്യ മുമ്പിലേക്ക് വന്നു. സിനുജിക്ക് അറിയാമോ, നമ്മുടെ ട്രംപണ്ണന് ഒരാഗ്രഹം, ഒരു നോബൽ പ്രൈസ് കിട്ടിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. ചുളുവിന് കിട്ടിയാൽ അതിനേക്കാളും നന്നായി. അപ്പോൾ ഉടനെ നമ്മുടെ മറ്റേ മുനീർക്ക, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാൻ പോകുമായിരുന്ന ഏറ്റവും വലിയ യുദ്ധത്തിൽ നിന്ന്, ഇത്രയും ജനങ്ങളുടെ നാശനഷ്ടങ്ങൾക്കും വസ്തുക്കൾക്കും വലിയ കേടുപാടുണ്ടാക്കാവുന്ന യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതും അതിനിടയിൽ മധ്യസ്ഥ ശ്രമം നടത്തിയതും ട്രംപണ്ണനാണ്. അതുകൊണ്ട് ട്രംപണ്ണന് നോബൽ പ്രൈസ് കൊടുക്കണം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രം നടക്കില്ലല്ലോ. ഉടനെ ട്രംപണ്ണൻ നമ്മളെ വിളിച്ചു, നമ്മുടെ മോഡിജിയെ വിളിച്ചു കേട്ടോ. മോഡിജി ഒന്നും നടക്കില്ല, കാര്യം നടക്കില്ല. കാരണം നിങ്ങൾ യാതൊരു മധ്യസ്ഥതയും വഹിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യാനെന്ന് വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ ചെയ്തു തീർത്തു. ഞങ്ങളുടെ സിന്ദൂരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇത് ഞങ്ങൾ അവിടെ ചെയ്തു, അതിനുള്ള ശിക്ഷ അവർക്ക് നൽകി. അതിൽ നിങ്ങൾക്ക് യാതൊരു മധ്യസ്ഥതയില്ല, ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കില്ല, ഞങ്ങൾ പേര് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, അന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് 25% തീരുവയാക്കുന്നു, 50% ആക്കുന്നു, 100% അവിടെയുള്ള ജനങ്ങൾ ആകെ അസ്വസ്ഥരാകുന്നു. അമേരിക്കൻ ജനത. കാരണം അവർക്ക് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഇല്ല. സിനുജി, ഐ ഹവ് ട്രാവൽഡ് അക്രോസ് ദ ഗ്ലോബ്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നമ്മളുടെ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മരുന്നുകളൊന്നും ചൈനയിൽ നിന്നും മേടിക്കാത്തത്. ട്രംപണ്ണൻ തുരിതരെ ഇങ്ങോട്ട് വിളി, മോഡിജി എനിക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ഉദ്യോഗസ്ഥർ അത് എന്താ കാര്യം എന്ന് വെച്ചാൽ 4-5 പ്രാവശ്യം നോബൽ പ്രൈസ് തരൂ ചേട്ടാ, നോബൽ പ്രൈസ് തരൂ ചേട്ടാ, അല്ലെങ്കിൽ ഈ ചേട്ടൻ നോബൽ പ്രൈസ് തരൂ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോഡിജി അനങ്ങിയിട്ടില്ല. അതിന് അർഹത അദ്ദേഹത്തിനുണ്ടോ? സിനുജി പറയൂ. ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോബൽ സമ്മാനം കിട്ടുമെന്ന് പറയും. പക്ഷേ പ്രധാനമന്ത്രി അടക്കം പറയുന്നത് ഒരു കാലത്തും മൂന്നാമതൊരു രാജ്യം ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ അത് വേണ്ട എന്ന് വെച്ചു. കാരണം പാകിസ്ഥാൻ്റെ ആർമി ചീഫാണ് നമ്മുടെ അടുത്ത് വിളിച്ച് യുദ്ധം നിർത്തുമോ എന്നൊക്കെയുള്ള കാര്യം ചോദിച്ചു. ശരി, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. അത് അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നേവി സുസജ്ജമായിട്ട് നിൽക്കണം. ഈ നേവിയും കൂടെ ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ തകർന്നു. കരയുദ്ധവും വ്യോമസേന യുദ്ധം നടത്തി, നമ്മുടെ നാവികസേന യുദ്ധം നടത്തിയില്ല. ഇതിലേക്കാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു വരുന്നത്. ഒപ്പം ഈ പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറിൻ്റെ എല്ലാ പിന്തുണയും കിട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നിട്ടും അസീം മുനീറിനെ 2 തവണ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് അത്താഴ വിരുന്നൊക്കെ നൽകുന്നു, ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്നു. അതിനും ആൾക്കാർ പറയുന്നുണ്ട്, അദ്ദേഹത്തെ വിളിച്ചല്ലോ, നമ്മളുടെ മോഡിജിയെ വിളിച്ചില്ലല്ലോ, അതിനർത്ഥം അവർ വലിയ കക്ഷി. അതല്ല, മോഡിജി ഫോൺ പോലും എടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഏത് രാജ്യത്തോടും കിടപിടിക്കാൻ പറ്റുന്ന എല്ലാ യുദ്ധ ഉപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ അടുത്ത് കൃഷിയുടെ കാര്യങ്ങളുണ്ട്, നമുക്ക് അവിടെ നിന്നൊന്നും ഗോതമ്പ് കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അരി വരേണ്ട ആവശ്യമില്ല. നമ്മളുടെ തുണികളാണെങ്കിൽ ഏറ്റവും മനോഹരമാണ് ലോകത്തിലെ തന്നെ. നമുക്ക് ആരുടെയും മുന്നിൽ നമ്മളുടെ ഇതെല്ലാം കണ്ടിട്ടാണല്ലോ, സുഗന്ധദ്രവ്യങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ ഈ അറബികളും അവരൊക്കെ മച്ചുവയിലൊക്കെ കയറി ഇങ്ങോട്ടേക്ക് വന്നത്. വെറുതെ അല്ലല്ലോ, നമ്മുടെ സ്ഥലം മാത്രം കണ്ടിട്ടില്ല, നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ ഇവിടെയുള്ള പല തരത്തിലുള്ള വ്യവസായങ്ങളും കണ്ടിട്ട് തന്നെ ഒരു റിച്ച് കൺട്രി ആയതുകൊണ്ടാണ് വന്നത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള രത്നങ്ങൾ, ഇംഗ്ലണ്ടിലൊരു നഗരം തന്നെ നിർമ്മിച്ചത്
ഇവിടുന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ, കൊള്ളയടിച്ച് കൊണ്ടുപോയ ധനവും രത്നങ്ങളും വെച്ചിട്ടാണെന്ന് നമ്മൾ വായിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ സിനുജി നമുക്ക് പറയുന്നത് ഈ ജുഗാഡ് എന്ന് പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഉള്ളപ്പോൾ, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ജനതയുള്ളപ്പോൾ, ആ ബുദ്ധിയുള്ള ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കണം? പൈസയ്ക്ക് പൈസയുണ്ട്, ബുദ്ധിക്ക് ബുദ്ധിയുണ്ട്. ബുദ്ധിയാണല്ലോ ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ബുദ്ധിയൊക്കെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. മാത്രമല്ല ജയ്ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഒരേ മനസ്സോടെ 1000 കണ്ഠങ്ങളിൽ നിന്നാണ് ജയ്ഹിന്ദ് എന്ന് വരുന്നത്. ബിറ്റ് കോയിൻ എന്ന് കേട്ടിട്ടില്ലേ സിനുജി? വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ, അതായത് WLF എന്ന് പറഞ്ഞൊരു ബിറ്റ് കോയിൻ നമ്മളുടെ ട്രംപണ്ണൻ ഇറക്കി. ട്രംപണ്ണൻ്റെ കുടുംബമാണ് അതിൽ 60% സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് നമ്മുടെ അടുത്തൊക്കെ മേടിക്കാൻ പറഞ്ഞു. ടേക്ക് എ വാക്ക് എന്ന് പറഞ്ഞു നമ്മുടെ മോഡിജിയുടെ ധനകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ എന്ത് ചെയ്തു? അവർ കരുതൽ പണമായി വച്ചിരുന്നിരുന്ന രൂപ കൊടുത്ത് ആ ബിറ്റ് കോയിൻസ് മേടിച്ചു. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, കടപ്പാട്, നന്ദി ട്രംപണ്ണൻ കാണിക്കണ്ടേ? അപ്പോൾ ഇവരുടെ ഓരോ കാര്യങ്ങളും ആവശ്യമുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങൾ പാകിസ്ഥാൻ കൂട്ടുനിൽക്കുകയോ അവരുടെ അയ്യോ നമ്മൾ രാത്രി ചോദിക്കില്ലേ അമ്മുമ്മയൊക്കെ പണ്ട് അത്താഴപ്പട്ടിണിക്കാരുണ്ടോയെന്ന്. അത്താഴപ്പട്ടിണിയല്ല, ദിവസപ്പട്ടിണിക്കാരുടെ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നിട്ടും ട്രംപണ്ണൻ്റെ ഈ ബിറ്റ് കോയിൻ അവർ മേടിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു അടിമത്ത മനസ്ഥിതിയിലാണ് അവർ അമേരിക്കയോടൊപ്പം നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്ക എന്ത് കൊടുക്കുന്നു? അമേരിക്കയുടെ മിസൈൽസ് അതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഇന്ത്യ അതിൽ നിന്നൊക്കെ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ഒരു മിസൈലിനെയും ഇന്ത്യയെ തകർക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ ജനതയുടെ കൂട്ടായ്മയെ തകർക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരുടെ തലയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തലച്ചോറിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പ്രതിഭയെ തകർക്കാൻ ഇനി ഒരു രാജ്യത്തിനും പറ്റില്ല എന്ന് ട്രംപണ്ണന് മനസ്സിലായി. ഒരു കാര്യം കൂടെ കേട്ടോ, അതിനിടയ്ക്ക് രസകരമായൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ട്രംപണ്ണൻ മരിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് ഒരു ശ്രുതി വരുന്നു. എന്താണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം പഠിച്ചു, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു അഭിമുഖം കൊടുത്തപ്പോൾ ജനം വിചാരിച്ച് ട്രംപണ്ണൻ മരിച്ചു എന്ന്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കാണാനുമില്ല. ആകെ അമേരിക്കയിൽ കുറേ പേർക്ക് ആശ്വാസം, സന്തോഷം. അയ്യോ ഞങ്ങൾ അസുരവിത്തെന്ന് പറയാമോ, അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ഞങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ട് പോയിക്കോളുമല്ലോ. എന്നുവെച്ചാൽ ഒരുതരം ഭ്രാന്ത് പോലെയൊക്കെയല്ലേ കാണിക്കുന്നത്. ഇത് ഭ്രാന്താണോ എന്ന് തന്നെ ആളുകൾ സംശയിക്കുന്ന ഒരു തെറ്റില്ല. അപ്പം അമേരിക്കൻ ജനത തന്നെ അവരുടെ പ്രസിഡന്റിനെ വെറുത്തു. അങ്ങയുടെ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഏതോ ഒരു സ്ഥലത്ത് റിസോർട്ടിൽ ഇരിക്കുന്നതിൻ്റെ പടം ലൈവായിട്ട് അദ്ദേഹം പുറത്ത് വിട്ടു. അപ്പോൾ ആൾക്കാർക്ക് സങ്കടമായി, അയ്യോ കുറച്ച് നേരത്തേക്കുള്ള ഒരു ആശ്വാസമായി പോയല്ലോ എന്ന്. തമാശയായിട്ട് പറയുന്നില്ല, കാരണം നമ്മളുടെ പല ഫ്രണ്ട്സും അമേരിക്കൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും അമേരിക്കയിലുണ്ട്, അവരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ഉണ്ട്. അവരൊക്കെ തികച്ചും ഒരു പരിഭ്രാന്തിയിലോ അസ്വസ്ഥതയിലാണ്. എന്താണ് ഈ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമ്പോൾ ഇവരുടെ ജീവിതം എന്ത് വഴിക്കാകും എന്നുള്ളൊരു പരിഭ്രമത്തിലും പേടിയിലുമാണ് അമേരിക്കൻ ജനത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.